ഇപ്പോൾ ആകർഷകമായ വിലയിൽ ലഭിക്കുന്നതും വരും സമയങ്ങളിൽ മൊമെൻറ്റം വരാൻ സാധ്യതയുള്ളതുമായ രണ്ട് സ്റ്റോക്കുകളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് ടെൻല പ്ലാറ്റ്ഫോം. കഴിഞ്ഞ ദിവസം ടെൻല 2.3% ഉയർന്ന് 956 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 12,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 23.48, ഡിവിഡൻഡ് ഈൽഡ് 1.26%. 52 വീക്ക് ഹൈയിൽ നിന്നും സ്റ്റോക്ക് കൺസിഡറബിൾ ഡിസ്കൗണ്ടിൽ ലഭിക്കുന്നു. കൂടാതെ ടെക് സെക്ടറിലെ ഒട്ടുമിക്ക കമ്പനികളും പെർഫോം ചെയ്ത് തുടങ്ങിയ സാഹചര്യത്തിൽ ടെൻല ഉൾപ്പെടെ ദീർഘകാലമായി അണ്ടർ പെർഫോം ചെയ്യുന്ന സ്റ്റോക്കുകളിലും മൊമെൻറ്റം വരാനുള്ള സാധ്യത കൂടുതലാണ്. കഴിഞ്ഞ 6 മാസം കൊണ്ട് ടെൻല എന്ന സ്റ്റോക്ക് 20% നെഗറ്റീവ് റിട്ടേണും 1 മാസം കൊണ്ട് 1%-ഓളം നെഗറ്റീവ് റിട്ടേണുമാണ് നൽകിയത്. ടെൻല പ്ലാറ്റ്ഫോം എന്ന കമ്പനി ടെലികോം സർവീസ് കമ്പനികൾക്ക് ആവശ്യമായിട്ടുള്ള മെസ്സേജിംഗ് പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യുന്നു. ഇതൊരു A2P സർവീസ് പ്രൊവൈഡറാണ്, അതായത് ആപ്ലിക്കേഷൻ ടു പേഴ്സൺ മെസ്സേജിംഗ് പ്ലാറ്റ്ഫോം സർവീസ് പ്രൊവൈഡറാണ്. ROE 31%, ROCE 38%-അടുത്തും. കമ്പനി പുറത്തുവിട്ട എക്സ്ചേഞ്ച് ഫയലിംഗ് പ്രകാരം ടെൻല പ്ലാറ്റ്ഫോം എന്ന കമ്പനി മറ്റൊരു ഗ്ലോബൽ ടെക് മേജറുമായി ചേർന്ന് ഫ്രോഡ് ഫോൺ നമ്പർ വഴിയുള്ള സ്കാം അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടി ഒരു എഗ്രിമെൻറ്റിൽ അല്ലെങ്കിൽ ഒരു കൊമേഴ്സ്യൽ എഗ്രിമെൻറ്റിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. ഇത് ടെൻല പ്ലാറ്റ്ഫോം എന്ന സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. ടെൻല പ്ലാറ്റ്ഫോമിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് പോയിന്റ് ഓഫ് വ്യൂവും സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. ടെൻല പ്ലാറ്റ്ഫോം എന്ന കമ്പനിയുടെ പെർഫോമൻസ് പലപ്പോഴും ഓക്കെ ആണെങ്കിലും ഇൻകൺസിസ്റ്റൻസി ഒരു പ്രധാന പ്രശ്നം തന്നെയാണ്. പല ക്വാർട്ടർലി റിസൾട്ട് നമ്മൾ പരിശോധിച്ചാലും കൺസിസ്റ്റൻറ്റ് ഗ്രോത്ത് നമ്മൾക്ക് കാണാൻ സാധിക്കില്ല. ചില സമയങ്ങളിൽ ഓപ്പറേറ്റിംഗ് മാർജിൻ 20%, ചിലപ്പോൾ ഓപ്പറേറ്റിംഗ് മാർജിൻ 16-13%-ലേക്കും ഇടിയും. നെറ്റ് പ്രോഫിറ്റ് നോക്കിയാൽ കഴിഞ്ഞ പ്രാവശ്യം 140 കോടിയിൽ നിന്ന് 130 കോടിയിലേക്ക് ക്വാർട്ടർ ടു ക്വാർട്ടർ ഇടിഞ്ഞിരുന്നു. സെയിൽസിലും ഒരു കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ ഒരു സ്റ്റാഗർനെസ് ആയിരുന്നു കാണാൻ സാധിച്ചത്. കമ്പനിയുടെ 3 വർഷത്തെ സെയിൽസ് ഗ്രോത്ത് 19%, പ്രോഫിറ്റ് ഗ്രോത്ത് 16%, ROE 36%-അടുത്ത്. ഏകദേശം 2,000 കോടി രൂപയ്ക്കടുത്ത് റിസർവുള്ള കമ്പനിക്ക് മുകളിൽ 75 കോടി രൂപയുടെ കടം മാത്രമേ ഉള്ളൂ. ഒരു നെറ്റ് ഡെപ്റ്റ് ഫ്രീ കമ്പനിയാണ്. പ്രൊമോട്ടേഴ്സിന് 44% സ്റ്റേക്ക് ഹോൾഡിംഗ്. FIs അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് 15.1 നിന്നും 14.5 കുറച്ചു. എന്നാൽ DISൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 0.6 നിന്നും 0.7 ഉയർന്നു. പബ്ലിക് സ്റ്റേക്ക് ഹോൾഡിംഗ് 40.55. ടെൻല പ്ലാറ്റ്ഫോം എന്ന സ്റ്റോക്കിൽ ഒരു ബ്രേക്കൗട്ട് പ്രതീക്ഷിക്കാവുന്നതാണ്. 1025 സ്റ്റോക്കിൻ്റെ റെസിസ്റ്റൻസ്. 1025 എന്ന ലെവലിനെ സ്റ്റോക്ക് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 1100, 1200 തുടങ്ങിയ ലെവലുകളിലേക്ക് സ്റ്റോക്ക് ഉയർന്നേക്കും. കൂടാതെ സ്റ്റോക്കിൻ്റെ ഇപ്പോഴത്തെ ട്രെൻഡ് നോക്കുകയാണെങ്കിലും സ്റ്റോക്കിൽ സപ്പോർട്ട് പ്രൈസിൽ നിന്നും ഹയർ സൈഡിലേക്ക് സൈഡ് വേസ് നീങ്ങുന്ന ഒരു ട്രെൻഡാണ് കാണാൻ സാധിക്കുക. ഈ സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 950-980 സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നു. 900, 850, 800 തുടങ്ങിയ ഓരോ 50 പോയിന്റിലും സ്റ്റോക്കിന് സപ്പോർട്ടുമുണ്ട്. രണ്ടാമത്തെ അപ്ഡേറ്റ് ജൂപ്പിറ്റർ വാഗൺ ലിമിറ്റഡുമായി ബന്ധപ്പെട്ടതാണ്. ടെക് സെക്ടറിൽ പോലെ തന്നെ റെയിൽവേ സെക്ടറിലെ ഒട്ടുമിക്ക കമ്പനികളും ഇപ്പോൾ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. എൻ്റെ റെയിൽവേ സെക്ടർ തന്നെ മികച്ച പെർഫോം കാഴ്ചവെക്കുന്നത് കൊണ്ട് ജൂപ്പിറ്റർ വാഗൺ ലിമിറ്റഡ് എന്ന സ്റ്റോക്കിനെ നമുക്ക് വരും ദിവസങ്ങളിൽ ഫോക്കസ് ചെയ്യാം. വെള്ളിയാഴ്ച സ്റ്റോക്ക് 1.1% ഉയർന്ന് 697 രൂപയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകി. 52 വീക്ക് ഹൈ 748, 52 വീക്കിലോ 171. 28,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയാണ്. ഇവിടെ ജൂപ്പിറ്റർ വാഗൺ എന്ന സ്റ്റോക്ക് അതിൻ്റെ 52 വീക്ക് ഹൈയിൽ നിന്നും ഇടിയാനുള്ള പ്രധാന കാരണം കമ്പനി കൊണ്ടുവന്ന QIP ആയിരുന്നു. ഈ QIPയിൽ 680 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ ഷെയറുകൾ ഇഷ്യൂ ചെയ്ത് ജൂപ്പിറ്റർ വാഗൺ എന്ന കമ്പനി 800 കോടി രൂപയുടെ ഫണ്ട് റേസ് ചെയ്തു. കഴിഞ്ഞ ദിവസം കമ്പനി പുറത്തുവിട്ട എക്സ്ചേഞ്ച് നോട്ടിഫിക്കേഷൻ പരിശോധിച്ചാൽ 800 കോടി രൂപയുടെ QIPക്ക് ഏകദേശം 2,800 കോടി രൂപയുടെ ബിഡാണ് ലഭിച്ചിരിക്കുന്നത്. അതായത് ജൂപ്പിറ്റർ വാഗൺ എന്ന കമ്പനിയുടെ ഷെയറുകൾക്ക് വളരെ വലിയ ഡിമാൻഡ് ഉണ്ട് എന്നുള്ള സൂചനയാണ് ഈ ഉയർന്ന ബിഡിങ്ങിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 800 കോടി രൂപയുടെ ഫണ്ട് റൈസിങ്ങിന് വേണ്ടി 2,800 കോടി രൂപയുടെ ബിഡ് ലഭിച്ചു. അതായത് 3.5 ടൈംസ് സൈസ് ഓഫ് QIP അത്രയും ഉയർന്ന ബിഡ് ലഭിച്ചിട്ടുണ്ട്. ഇത് സ്റ്റോക്കിലെ മൊമെൻറ്റത്തെയും അതുപോലെ തന്നെ സ്റ്റോക്കിൻ്റെ ഡിമാൻഡിനെയും ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നാളത്തെ ട്രേഡിംഗ് സെഷനിൽ ജൂപ്പിറ്റർ വാഗൺ എന്ന സ്റ്റോക്കിനെ നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്നതാണ്. ജൂപ്പിറ്റർ വാഗൺ എന്ന കമ്പനിയിൽ മോർഗൻ സ്റ്റാൻലി, എഡിൽവേസ് മ്യൂച്വൽ ഫണ്ട്, ബാങ്ക് ഓഫ് ഇന്ത്യ തുടങ്ങിയ പല ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും സ്റ്റോക്കിൽ പൊസിഷൻ എടുത്തു എന്നുള്ളതും ശ്രദ്ധിക്കേണ്ട ഒരു അപ്ഡേറ്റാണ്. മോർഗൻ സ്റ്റാൻലി ടോട്ടൽ ഇഷ്യൂ ചെയ്ത ഷെയറിൻ്റെ, അതായത് QIP വഴി ഇഷ്യൂ ചെയ്ത ഷെയറിൻ്റെ 7.7%, ബാങ്ക് ഓഫ് എഡിൽവേസ് മ്യൂച്വൽ ഫണ്ട് 6.5%, ബാങ്ക് ഓഫ് ഇന്ത്യ 5%-അടുത്തും അക്വയർ ചെയ്തു. ക്വാർട്ടർലി റിസൾട്ടിലും കമ്പനിയുടെ പെർഫോമൻസ് ഉയരാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 896 കോടിയിൽ നിന്നും സെയിൽസ് 1,113 കോടിയിലേക്ക് ഉയരുകയും നെറ്റ് പ്രോഫിറ്റ് 83 കോടിയിൽ നിന്ന് 104 കോടിയിലേക്ക് മെച്ചപ്പെടുകയും ചെയ്തു. 3 വർഷത്തെ സെയിൽസ് ഗ്രോത്ത് 54%, പ്രോഫിറ്റ് ഗ്രോത്ത് 84%, ROE 19%-അടുത്ത്.
338 കോടി രൂപയുടെ കടമുള്ള കമ്പനിക്ക് മുകളിൽ 1210 കോടി രൂപയുടെ റിസർവ് ഉണ്ട്. ബാലൻസ് ഷീറ്റ് സ്ട്രോങ് ആണ്. പ്രൊമോട്ടേഴ്സിന് 68% സ്റ്റേക്ക് ഹോൾഡിംഗ്. FISന്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 4.1 നിന്നും 5.3 ഉയരുകയും DISന്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 0.9 നിന്നും 2.3% ഉയരുകയും പബ്ലിക് സ്റ്റേക്ക് ഹോൾഡിംഗ് 24% തുടരുകയും ചെയ്യുന്നു. ജൂപ്പിറ്റർ വാഗൺ എന്ന സ്റ്റോക്ക് സപ്പോർട്ട് പ്രൈസിനടുത്തായിട്ട് ലഭിക്കുന്നതെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇവിടെ നിന്നും 650 സ്റ്റോക്കിൻ്റെ സ്ട്രോങ് സപ്പോർട്ടായി പ്രവർത്തിക്കും. കാരണം QIP പ്രൈസ് ആയതുകൊണ്ട് ഇതായിരിക്കും വരും സമയങ്ങളിൽ സ്റ്റോക്കിൻ്റെ ഏറ്റവും മികച്ച സപ്പോർട്ടായി പ്രവർത്തിക്കുക. ഹയർ സൈഡിൽ 750 വരെ സ്റ്റോക്ക് നീങ്ങാൻ സാധ്യതയുണ്ട്. 750 നിന്നും ഒരു ബ്രേക്കൗട്ട് വന്നാൽ ഫർദർ ട്രേഡിങ്ങിന് വേണ്ടിയും, അതായത് ബ്രേക്കൗട്ട് ട്രേഡിങ്ങിന് വേണ്ടിയും ജൂപ്പിറ്റർ വാഗൺ ലിമിറ്റഡ് എന്ന സ്റ്റോക്കിനെ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്